ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബിവിസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് കണ്ടുവയ്ക്കാമല്ലോ. ഇത് 3 ദിവസത്തെ വീഡിയോസ് ഒന്നിച്ച് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്നും വിട്ടും ചെയ്യണേ. ഇത് മോളിൻ്റെ ഫ്രണ്ട് യാനിയ. ഇവർ ഷാർജയിൽ നിന്ന് പിന്നെ അബുദാബിയിലേക്ക് മോളിനെ കാണേണ്ട ആവശ്യത്തിന് വന്നതാണ്. പിന്നെ മോളിന് യാനിയും കൂടെ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ മോളിനെ പറയുന്നത് തന്നെ നിങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിക്കണ്. യാനിയാണ് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടാണ്. എന്താണ് ഫ്രണ്ട് അബുദാബിയിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞ ഫ്രണ്ട്? അബുദാബി നല്ല ക്ലീൻ ആണ്. ആദ്യം അബുദാബിയിലല്ലേ? ആദ്യം അബുദാബിയിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ എവിടെയാണ്? അത് ശരി. ശരി. എന്തേ താങ്കൾ അങ്ങോട്ടേക്ക് മാറിയത്? കുറച്ചും കൂടി നല്ലൊരു സാലറി ഒക്കെ കിട്ടിയപ്പോ പിന്നെ അങ്ങനെ. ശരി. നിങ്ങൾക്ക് പണിയുണ്ടോ? ഞാൻ വെറുതെ നിൽക്കുന്നു. എന്തേ? താങ്കൾക്ക് പണിയുണ്ടോ? പിന്നെ എന്തൊക്കെയാ എന്നിട്ട് പരിപാടികളൊക്കെ? ഇന്ന് പോവോ ഇവിടെ തന്നെ? ഇന്ന് ഷാർജയിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങും അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പത്തെ കാലാവസ്ഥ? അത് സാരില്ല, അവര് മലയാളികളാവൂല. അത് ശരി. നല്ല ഹോട്ടാണല്ലേ? കൂളാണ്. കൂളില്ല ഹോട്ടൽ. അപ്പൊ റൂമിൽ പോകുമ്പോ കൂളല്ലേ? അത് ശരി. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഞങ്ങള് പിന്നെ സാധാ നമ്മളെ പരന്നേസ്. നിങ്ങള് റിച്ച് അല്ലേ അല്ലേ? റിച്ചസ് ബ്ലോഗാണ്. കുട്ടികളെ കാണാം. അതൊക്കെ പഠിച്ചോനെ അവിടെ പറയോ? ഇനി താങ്കൾക്ക് എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ഇപ്പൊ ഉള്ളത്. നമ്മളിനി എങ്ങോട്ടേക്കാ പോണത്? നമ്മളെങ്ങോട്ടാ പോണത്? നമ്മളെങ്ങോട്ടാ പോകുന്നത്? പാർക്കിലേക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? വീണ്ടും പറയൂ. ബാക്ക്. ഓക്കെ. എങ്ങോട്ടാ പോകുന്നത്? പാർക്കിലേക്ക്. നോയക്ക് ഇവിടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇല്ലേ? നല്ല കുട്ടി ഉള്ളത് പറഞ്ഞു. ഇതാണ് നമ്മളൊരു ചെറിയ പാർക്ക്. ഈ പാർക്കിന്റെ പേര് അൽ തുറയ പാർക്ക് എന്നാട്ടോ. പാർക്കിന്റെ പേര് അതാട്ടോ. അപ്പൊ ഞങ്ങളൊന്ന് പുറത്തൊക്കെ വന്ന് അപ്പൊ അവിടെ കുട്ടികളൊക്കെ കളിയിലാണ്. നിസ്കരിച്ചിട്ട് നമ്മളൊന്നും കൂടി പാർക്കിലേക്ക് വരും. വീണോ? ചെറുതായിട്ട് ഒന്ന് വീണു. ഒന്ന് പോയി. ഇവിടെ തല ഹലോ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. WTC അവിടെ ഇങ്ങനെ വന്നാണ് അല്ലേ? ഞാൻ എന്താ എൻ്റെ ഒക്കെ പഠിക്കണ്ടോ? ഇത് പറയണ തന്നെ ഞാൻ പറയണ്ടോ? മമ്മിയുണ്ട്, യാനിയുണ്ട്, നോയയുണ്ട്. പക്ഷേ തട്ടിയോ? സോറി. പിന്നെ സെന്നു ഉണ്ട്. സെന്നുടെ ഹായ് പറയോ? നമ്മള് സ്ഥലമൊക്കെ മാറിപ്പോണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ വരുമ്പോ വാതിലിങ്ങനെ തുറക്കേണ്ടതാണല്ലോ. എന്താ ഓപ്പൺ ആവാത്തെ? സെൻസറൊക്കെ ഇപ്പൊ നിർത്താനൊക്കെ പറ്റില്ല. അമ്മ എന്തിനാണ് നമ്മൾ പോണത്? ഡ്രസ് എടുക്കാൻ. നിങ്ങൾക്ക് എടുക്കണ്ടോ? ഞാൻ നോക്കണില്ലാന്നോ? നിങ്ങളൊന്നും എടുത്തില്ലേ? അത് കൊടുത്തില്ലേ? കൊടുത്തു മാറ്റിയില്ല നിങ്ങള്? അല്ല, അത് മാറ്റി പൈസ അല്ലേ? അപ്പൊ നമ്മളൊന്നോട്ട് റീഫണ്ട് ഒക്കെ ചെയ്താണ്. റീഫണ്ട് ഉണ്ട്. ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവില്ല, എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇനി വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അറിയില്ല. വിശുദ്ധമായ കുറെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. ഷോപ്പ് ഇവിടെ ഒന്നും അറിയൂല. പോയി നോക്കട്ടെ. ഈ എടുക്കണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ ചെയ്തെടുക്കണില്ല. ആ സർവീസ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങള് മൈലാഞ്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ചോറ് ഇടിച്ച മാതിരി ഉണ്ടോ? പിന്നെ നമ്മളിങ്ങനെ പോവാണ്. നല്ല ഷൂവിന്റെ കട. അതിന് ചെരുപ്പിന്റെ കട കണ്ടു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിയുകയാണ്.
എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പിൻ്റെ എടുത്തിട്ട് ഞാൻ അസറിനോട് വിടാം ആ അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടാൻ പറ്റില്ല എന്ന് പറഞ്ഞു മമ്മി. അപ്പം ഞങ്ങൾ പീടിയ പൂട്ടാൻ അതിനോണ്ട് ഒരു കറിവേപ്പിൻ്റെ പീടിയാണ് കറിവേപ്പിൻ്റെ ആണെന്നാണ് ചോദിക്കണത്. ഇതെന്താണ് പറയാനിയാ പറയും തലയിലും തട്ടട്ടോ. എൻ്റെ അമ്മ കണ്ട എന്നെ ചീത്ത അറിയില്ല. ശരിക്കും ഇതാണോ ബ്ലോഗാണോ തമാശ ബ്ലോഗില് ഇത് ബ്ലോഗാണ്. ആ നമ്മളിങ്ങനെ പോവാണ് മേലോട്ട്. മോളെ കാണാനില്ലല്ലോ. താഴോട്ട് കടകൾ ഇപ്പോൾ ക്ലോസ്. 12:30 ഞങ്ങൾ തിരിച്ചു പോന്ന്. എൻ്റെ ഹസ്ബൻഡ് വന്ന് ഞാനെ കൂട്ടി പോയി. അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും പിന്നെ ഡ്രസ്സ് തപ്പി ഇറങ്ങിയതാണ്. പിന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്ന ഡ്രസ്സൊന്നും കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ ലേറ്റായിട്ടാണ് വരുന്നത്. പിന്നെ ഉറക്കമൊക്കെ പോവാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ അന്നത്തെ പിന്നെ പർച്ചേസിങ്ങും നിർത്തി വെച്ച് പിന്നെ പെരുന്നാളിൻ്റെ തലേന്ന് ഒന്നും കൂടെ പോയി. മോളിലെ മോന് എവിടെ ഷോപ്പിൽ പോയാലും ഇത് കണ്ടപ്പം 12 കൊണ്ടുവച്ച് മിഠായി എടുക്കും. ഇത് മൂപ്പരാറ് സ്ഥിരം സ്വഭാവമാണിപ്പോൾ. പെരുന്നാളിൻ്റെ പകല് നമ്മളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെ വീണ്ടും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നതും ഒന്നും കാണിച്ചില്ല. വണ്ടിക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അവിടെ നിന്നപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. അന്നത്തെ പകലും നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല. നമുക്ക് കിട്ടിയില്ല, അവർക്കും കിട്ടിയില്ല. അങ്ങനെ അന്നും തിരിച്ചു പോരുക ചെയ്തത്. നോമ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ടയേർഡായി. പിന്നെ രാത്രി വീണ്ടും പർച്ചേസിങ്. ഒരു ഷോപ്പിൽ നിന്ന് വേറെ ഷോപ്പിലേക്ക് അങ്ങനെ പോയി അവസാനം രാത്രി അപ്പോൾ പെരുന്നാളാവാണല്ലോ. പിന്നെ എന്തെങ്കിലും ഒന്ന് എടുത്ത് പോരുക എന്നുള്ളതിൽ അങ്ങനെ പോകുന്നു. ഇവിടുത്തെ റോഡിലെ അലങ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. വീണ്ടും അത് പറയാൻ മാത്രമുണ്ട്. ഓരോ ആഘോഷം വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇവിടെ. പെരുന്നാക്കുള്ള ഡ്രസ്സ് എടുക്കാൻ ഇവിടെ ഫുൾ മെസ്സിയായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. മുതിരിട്ട് കൈയൊക്കെ ഒന്ന് സെറ്റാക്കി. ഓക്കെ, ഇവിടെയൊക്കെ ബാക്കിൽ ചുറ്റുള്ളേക്കൊന്നും നോക്കണ്ട. കാര്യം നല്ല വൃത്തിയോടെ കിടക്കാണ്. അപ്പോൾ വാരി വലിച്ചിട്ട് പോകും. പക്ഷെ ഞങ്ങൾ വന്നാലൊക്കെ സെറ്റാക്കി. ഞങ്ങളുടെ റൂമിൽ നിന്ന് നമ്മളിങ്ങനെ പോവാണ്. ഇതിങ്ങനെ സെൻസറാട്ടോ. നമ്മളിങ്ങനെ വരുമ്പോൾ ലൈറ്റ് ഉണ്ടോ ആവും. സെറ്റാണ് സെൻസർ. നമ്മളതൊക്കെ ഒരു മാസത്തോളമായി എൻ്റെ ഫോണ് കംപ്ലൈൻറ്റ് ആയിരുന്നു. അപ്പോൾ പുതിയ ഫോണൊക്കെ വാങ്ങി ഒക്കെ സെറ്റാക്കി. അതിന് ശേഷം ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടും ഞാൻ ഇൻഷാ അല്ലാഹ്. എല്ലാവരും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ. ഡ്രസ്സുകൾ നോക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. മമ്മിക്കൊന്ന് കിട്ടി. ഇടയിൽ കംപ്ലൈൻറ്റ് വരികയായിരുന്നു. ഇനി അതുണ്ടാവില്ല. എല്ലാവരും വീഡിയോ കാണണേ. ഇതെല്ലാം ലാസ്റ്റ് ഡ്രസ്സെല്ലാം കിട്ടി. നമ്മൾ വീട്ടിലെത്തി. പിന്നെ പെരുന്നാളാണ്. അന്ന് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇതാ പള്ളിയിലൊന്ന് പോയി ഞാനും മോളിനും കൂടി. അതിൻ്റെ കുറച്ച് വീഡിയോസും ഒക്കെയാണ് ഈ കാണിക്കുന്നത്. പെരുന്നാൾ പള്ളി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ദുബായിലേക്ക് പോവാണ്.
എൻ്റെ ആങ്ങളൻ്റെ മരുമോള് പ്രസവിച്ചിട്ടുണ്ട്. ഇവിടെ അജ്മാനിലാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബീവീസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അജ്മാനിലെത്തി ഞങ്ങൾ. എൻ്റെ ഞങ്ങളുടെ മോൻ്റെ വീട്ടിലെത്തി. പിന്നെ കുട്ടീനെ കണ്ട്. പിന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ മക്കളും വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോ കണ്ടെല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.